വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് മോൺസ്റ്റർ ഓഫ് മൈ. ഇപ്പോൾ ഗൈസ് നമ്മുടെ ജയഗുരുവിനെ മറ്റേത് എടുത്തത് പുതിയ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ പുതിയ ട്രിപ്പാണിത് തുടങ്ങുവാണ്. ബേസ് ഒന്ന് കറക്കാം. ഓ മനോരമ ഓ ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങി. നമ്മൾ കുറച്ച് ടഫൊക്കെയാണ് വഴിയെടുത്തത്. ഓക്കെ പോകാം. അത്യാവശ്യം ലോങ് ഒരു വീഡിയോ ഇരിക്കുന്നത് ഇതല്ല, ഇത് 2, 3, 4, 5 വീഡിയോ ഒക്കെ ഉണ്ടാവും മിക്കവാറും. അത്യാവശ്യം ദൂരമൊക്കെ ഓടാനുണ്ട്. എല്ലാ ഹോണൊന്ന് വഴക്കാണോ നോക്കണം. ഇത് എടുക്കണമെങ്കിലും ബെല്ല് അറിയണ്ടേ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പോയി അതേ ട്രിപ്പ് പോയ വഴിയാണ്. ജയഗുരു തന്നെയാണോ ഇത്? അവന്മാർ തന്നെയാണ് ഈ ട്രിപ്പ്, പക്ഷേ വേറെ സ്ഥലമാണെന്നുള്ളൂ. അതിൻ്റെ നമുക്ക് വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കണം, വേറൊന്നുമില്ല. നമുക്ക് എല്ലാം വർക്ക് ചെയ്യണമെന്നൊക്കെ അറിയണം. നമ്മളവിടെ നോക്കാൻ മറന്നുപോയി. പാട്ട് സ്പീക്കറൊക്കെ സെറ്റാണ്. ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ നോക്കിയിട്ട് കാണണം. ഓക്കെ അയ്യോ എന്തോ നോക്കാം. കുട്ടി വരെയുണ്ട്. ഓക്കെ വൈപ്പർ നോക്കട്ടെ. ഓക്കെ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ സെറ്റാണ്. ഓക്കെ ബ്രേക്ക് കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. എല്ലാം കുഴപ്പമില്ല. സിഗ്നലൊക്കെ ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ ഗൈസ് ഡോറൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വണ്ടി വരെ എടുക്കാം. ഓക്കെ ഗൈസ് വണ്ടി ഫുള്ളി നമ്മൾ ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി എടുക്കണേ. ദോഹയില്ലേ വൈപ്പറിന് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ. സോറി ഗൈസ് അത് നോക്കിയില്ല. അപ്പോൾ ഗൈസ് ഒക്കെ പോവാം. ബും ബും ബമ്പട് പൊട് കൊട് 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 ഗും മെയിൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. വെട്ടമൊന്നും ആവശ്യമില്ല, രാവിലെ ഇല്ലേ. ഇവന്മാരൊക്കെ വെട്ടിട്ടുണ്ടോണെങ്കിൽ രാവിലെ ഇട്ടു. ഓക്കെ ഇവിടെ ഓട്ടോയ്ക്ക് ഇതിൻ്റെ കാര്യമാണ്. ബസ് എടുക്കണമല്ലോ. ഓക്കെ ഇത് മറ്റൊരു നമ്മൾ ഒരു പ്രാവശ്യം ജയഗുരുണ്ട് പോയപ്പോൾ ആൾക്കാരെടുക്കാൻ മറന്നുപോയി. അത് നമ്മൾ ശ്രദ്ധിക്കുക. പ്രാവശ്യം സൂക്ഷിച്ചു ഓടിക്കണം. അന്നും ഈ ബസ്സുകാരനാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ആശാനിപ്പോൾ ഓവർടേക്ക് ചെയ്യാം. ഓക്കെ Don't let ad breaks kill the mood. Get 3 months of Spotify Premium Standard at just ₹99. Tap the banner. ഓക്കെ ഗായ്സ് വെൽക്കം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ പോയി തിരിക്കണോ അല്ലേ. കയറ്. ജസ്റ്റ് മിസ് ഗായ്സ്. കുറച്ച് നമുക്ക് ടൈം ഉണ്ടെന്ന്. കാരണം ആ ബസ്സാറിനില്ലേ പുള്ളിയ മുകളിൽ വന്നിട്ട് ചൂടായി. കാരണം പുള്ളിയോട് എനിക്ക് ഇടിച്ചല്ല. പുള്ളി വണ്ടിയിൽ ഇടിച്ച് എന്തിനാണ് ചോദിക്കാൻ വന്നിരുന്നു. നമ്മളെ പ്രശ്നം ഗൈസ് സോറി ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ല. ആ ബസ്സാറിനില്ലേ പുള്ളി നമ്മുടെ അടുത്തേക്ക് വന്നായിരുന്നു. ബസ്സിൽ നമ്മൾ ഇടിച്ചായിരുന്നില്ല. പുള്ളി ചോദിച്ചതാണ് എന്താ നോക്കി ഓടിക്കാൻ അറിയൂലെന്ന്. നമ്മൾ കാര്യം പറഞ്ഞ്. കാരണം അത്രയും സ്ഥലം ഉണ്ടായുള്ളൂ. എങ്ങനെ നമ്മൾ വളച്ചാലും ബസ് വളയൂല. അപ്പം പുള്ളീനകത്തും ചെറിയ മിസ്റ്റേക്ക് ഇല്ല. നമ്മളെ പുള്ളീനകത്ത് മിസ്റ്റേക്ക് ഉള്ള പോലെയൊക്കെ പറഞ്ഞ് കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. ബസ് നമ്മുടെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, ഉമ്മാരുടെ അടുത്തേക്ക്. എന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാരെ പിക്ക് എടുത്തു. പക്ഷേ
അത് ചെറിയ പിള്ളേരായിരുന്നു, ഇത് വലിയ പിള്ളേരാണ്. ഓക്കെ, ട്രിപ്പിൽ ആളെ കയറ്റി നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആളായി നമുക്ക് പയ്യെ പാട്ട് വയ്ക്കാം. ഈ പാട്ട് ഏതാ? ഗൈസ് 1 മിനിറ്റ് നമുക്ക് പാട്ടൊക്കെ സെറ്റ്. ഗൈസ് നമ്മളൊരു പഴയ പാട്ട് കേട്ടിട്ടുണ്ട്. ബസ് ഇവനെ ശരിക്കും ആൾക്കാർക്ക് അറിയില്ല. അല്ല, ആ വഴി അല്ലല്ലോ നമ്മൾ പോണേ, ഇത് വേറെ വഴിയാട്ടാ ഗൈസ്. നമ്മൾ നേരെയല്ലേ പോണേ, പക്ഷെ നേരെ പോണായിരുന്നത് കറങ്ങി പോണല്ലേ. ഇത് വേറെ ഏതോ വഴി നമ്മൾ പോവാം. ഓക്കെ, ഈരമ്പലയുടെ ചെമ്പരി കെട്ടി കോലം തുള്ളും കാണാം, മുന്നിൽ കൊന്നു കയറി പാടി. മിക്കവാറും വീഡിയോ ഇപ്പം നിർത്തും, കാരണം നമുക്കിതൊന്നും അത്യാവശ്യം വഴിയൊന്നും മനസ്സിലായിട്ടില്ല. ആ വഴിയല്ല പോണേ, ട്രിപ്പ് എടുക്കാൻ വേണ്ടി അത്രയും പറഞ്ഞില്ലേ, വേറെ സ്ഥലത്തേക്കാണ് പോണേ. നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ ഗ്രിപ്നെസ് ഉണ്ട്, ഒന്ന് സെറ്റാക്കി എടുക്കണം. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ആളുണ്ട്. ഓക്കെ, ഓപ്പണായി. ഈ ഓൺ മാറിയില്ല, നമ്മൾ ഫസ്റ്റ് ഓൺ മാറ്റിയില്ലായിരുന്നു. സോറി, നമുക്കത് മാറ്റണം. ഒരു പൊട്ട ഓണാണ് ഫസ്റ്റ് ഓണായിട്ട് കിടക്കണേ, നമുക്ക് സെറ്റാക്കാം. ചെറിയ റോഡായതുകൊണ്ട് ഓവർടേക്കിന് ഇത്തിരി കുഴപ്പമുണ്ട്. പിള്ളേരൊന്നും ആക്റ്റീവായി അതിനുള്ളൂ, ബസ് കയറിയല്ലേ ഉള്ളൂ. ഈ വഴി നമ്മളിതുവരെ പോയിട്ടില്ല, നമ്മൾ കാണാത്ത വഴിയാണ്. ഓക്കെ, ഫ്രണ്ടൊരു ബസ്സുണ്ട്, അതാണ് ഈ ലാഗ് അടിക്കണം. നമുക്ക് അതിൻ്റെ ഒരു ടിപ്പർ കണ്ട ഈ ടിപ്പറിനോട് ഓട്ടേക്ക് ചെയ്തൊരു ഗുഡാന്ന് തോന്നുന്നു. ഓക്കെ, ഓ അത് ഓട്ടേക്ക് തോന്നാം, ആ ചാൻസ് നമുക്ക് എടുക്കാം. അത് ഓട്ടേക്ക് തോന്നണം, അത്രയും വഴി നമുക്ക് ക്ലിയർ ആയിരിക്കില്ല. ഓ വണ്ടി ഒന്ന് ഒതുക്കാനും, കാരണം ഇവിടെ ആയിട്ട് മറ്റു വണ്ടി കിടക്കുമല്ലേ, നമുക്ക് ഒതുക്കാനും പറ്റിയില്ല. ഇടിച്ചാ ഇല്ല, ഈ വണ്ടി അടക്കം നമുക്ക് ഒതുക്കാനും പറ്റിയില്ല, കാർ അടക്കണോണ്ട്. അപ്പോൾ നമ്മൾ പയ്യ നടുക്ക് നോക്കിയതാണ്. നോക്കിയത് വരാത്ത വഴിയാണ്, ഏതോ ഇടവഴിയാന്ന് തോന്നുന്നു. ഓക്കെ, 4 ലൈൻ ആയിട്ടുണ്ട്, 4 ലൈൻ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. സ്ഥലം മലേൻ്റെ പൊക്കത്ത് എവിടെ എങ്ങാണ്ടിട്ടാണ് ഈ സ്ഥലം. അതിൻ്റെ നമുക്കൊരു ഈ ഐലൻഡിന് അപ്പുറം ഐലൻഡ് വരെയാണ് നമുക്ക് പോകണ്ടേ, നമുക്കറിയാം. ഒരു കറക്റ്റ് വഴി അറിയില്ല, ഗൂഗിൾ മാപ്പ് നോക്കി പോകണം. മാപ്പ് ഇവിടെ ഉണ്ട്, ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് പോവാം. ഫ്രണ്ടിൽ ഒരു കാരവാനാണെന്ന് തോന്നണം ആ വണ്ടി, അല്ല ബസ്സാ. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത പുതിയ മാപ്പ് ഹൈവേ. ഓ ഇത് കിട്ടില്ല കേട്ടോ, 8 ലൈൻ 8 ലൈനാണ്, സൂപ്പറാണ്. കാരണം ഇപ്പുറ ട്രാക്ക് ഇവിടെ വെച്ച് നമ്മൾ വണ്ടി ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെ വെച്ച് വണ്ടി ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടോ? നേരെ വണ്ടി ചാടി ഇപ്പുറത്തേക്ക് തന്നെ ചാടിയത്. ഇങ്ങനെ നമ്മൾ ചാടിച്ചാണ്. ചാടിക്കുമ്പോൾ സ്പീഡ് കൺട്രോൾഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ വണ്ടി കഴിഞ്ഞു. 4 ടൈം ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഫുൾ ടയറും ചാടിച്ചിട്ട് തിരിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ വണ്ടി മറിയും, അതെനിക്ക് ഉറപ്പാണ്. വണ്ടി മറിയാൻ ചാൻസ് കൂടുതലാണ്. പോട്ടെ കാണിച്ചാലും ചാടിക്കുമ്പോൾ ചാടേണ്ട സ്റ്റൈല്.
വേണ്ട ഫുള്ളും ചാടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഒറ്റയടിക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടയർ തിരിയുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലത്തെ ടയർ ചാടുമ്പോൾ തിരിഞ്ഞായിരിക്കും കാരണം. അല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു വഴിയൊക്കെ മണ്ടത്തിൽ കാണിച്ചു. ഇവിടെ തിരക്കായിരുന്നു, ഇവിടെ ചടിക്കാം. ഇവിടെ ഒന്നുകൂടി ചടിച്ചാൽ സെറ്റാവും. അത് വേറെ വഴിയില്ല നമുക്ക്. അത്രയും ചെറിയ വഴി കൂടെ നമ്മൾ ചെറിയ വഴി കൂടെ നമുക്ക് എങ്ങനെ വേണ്ട. ഈ വഴി ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഈ വഴി. ഇവിടെ നമുക്ക് മാക്സിമം സ്പീഡ് എടുക്കണം. സ്പീഡ് കുറഞ്ഞിട്ട് ഒറ്റയടിക്ക് കുത്തന്നെ സ്പീഡ് കൂടും. നമുക്ക് മാക്സിമത്തിൽ പിടിക്കണം. 60 സിമ്പിളായിട്ട് പോകും. ഓക്കെ, ശിവശംഭു. തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവും, അത് ക്ഷമിക്കുക. ഒച്ച കുറവായിരിക്കും. പിന്നെ നാവ് ചെറുതായിട്ട് കുഴയുണ്ട്, അതുകൊണ്ട് ചില വാക്കൊന്നും ക്ലിയർ ആവില്ല. പെട്രോൾ 55 ഉള്ളൂല്ല. പെട്രോൾ അടിക്കാം. വണ്ടി കയറിയാനെ. ഈ ഫസ്റ്റത്തെ പൊട്ടോൺ മാറ്റണം. സ്പീഡ് കുറയും, പക്ഷേ സ്പീഡ് കുറഞ്ഞ കാര്യമില്ല, തൊട്ടപ്പുറത്ത് തന്നെ സ്പീഡ് ഇരട്ടിയായി കൂടും. ഓക്കെ, വി ആർ ഗോയിങ് ഗൈസ്. ഒന്നൊരു കുറഞ്ഞ അത്രയും കുറഞ്ഞുകൊണ്ട് ഹെവി വെഹിക്കിളിൻ്റെ ട്രാക്കിലേക്ക് കയറി ഒറ്റത്തെ ട്രാക്ക് ഓടിക്കാം. ഓക്കെ, നമ്മളാ പാലം കയറാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് ആ പാലം. ഇവിടെ കുറച്ച് പിള്ളേർ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. ഈ ബോട്ടൊക്കെ ഉണ്ടല്ലോ, വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇത്രയും ഈ സൈഡ് പിടിച്ച് ഇത്രയും സൈഡ് ഒതുക്കാൻ കാരണം ഈ ഒരു വ്യൂ കാണിക്കാനാണ്. ആ വ്യൂ ഉണ്ടാകുന്നത് കിഡിലിൽ ഇത്രയും വലിയ കാര്യത്തിൽ നമ്മുടെ വണ്ടി. ഓക്കെ, പോവാം. ഇനി ഇവിടെ നിന്ന് സ്പീഡിൽ പോവാം. ഇവിടെ നിന്നിട്ടും കാര്യമില്ല. ഓക്കെ, ഡ്രോൺ വ്യൂ സെറ്റ്. ഇനി നമുക്ക് നോക്കണ്ട പറപ്പിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമുക്ക് ഈ വീഡിയോ ഉദ്ദേശിക്കണേ. 15ൻ്റെ ഒരു 2 സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പറപ്പിക്ക് ഇവിടെ നിന്ന് കണ്ടോട്ടോ. പറക്കണം കേട്ടോ. ഓണടിച്ചേക്ക് ഇപ്പോഴും ഞാൻ സിഗ്നലിൽ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ശരി, പിടിക്കാം. മാക്സിമം സ്പീഡ് നമ്മൾ പോകും. ചെറിയ സ്പീഡൊന്നും അല്ല കേട്ടത്. ഓക്കെ, സെറ്റ്. മോഹൻലാലിൻ്റെ പാട്ടാണ് ഫുള്ള്. എൻ്റെ അമ്മോ, കിടില സെറ്റപ്പെട്ട ആ ചാട്ടം. ഞാനത് ശരിക്കും ഓട്ടേക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി നടക്കണ്. ചാടിക്കാൻ നോക്കി, ചാടിച്ച്. മഴ, അതിൻ്റെ ഇടയിൽ മഴ. മാമണിക്ക് ഗൈസ്. പക്ഷെ അത് വണ്ടിക്ക് നല്ല പരിക്ക് വെച്ചിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ. വണ്ടി നമുക്ക് ഒരു ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ ഒതുക്കി നോക്കണം. കാരണം കഴിഞ്ഞ വീഡിയോ പറയാം, ജയഗുരുവിൻ്റെ ഇവിടെ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ചളങ്ങി. ഷിറ്റ്. ഫ്രണ്ട് സൈഡൊക്കെ കുഴപ്പമില്ല, ബമ്പറൊക്കെ പൊളിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ശക്തമായ മഴയാണ്. പൂഞ്ചോല മാമണിക്കു മണിമാല. അയ്യോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വണ്ടിക്ക് അത്യാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വളഞ്ഞ്. അപ്പോൾ ഗൈസ്, ബൈ. നമ്മൾ വണ്ടിക്ക് അത്യാവശ്യം പണിയായിട്ടുണ്ട്. ലൈറ്റും കത്തി. ഗൈസ്, ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.